നിവൃത്തിയില്ലാതെ ഞരങ്ങുന്ന ഒരു വ്യക്തിയായിരിക്കാം. സാമ്പത്തിക മാന്യമെന്ന നൂലാമാലയ്ക്കകത്ത് താങ്കൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കാം. മാരക രോഗങ്ങൾ താങ്കളെ കാർന്ന് തിന്നുവാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അത് ആത്മഹത്യ കേവലം പ്രതിസന്ധികളിൽ നിന്നുള്ള ഒളിച്ചോട്ടം മാത്രമാണ്. അത് ശാശ്വതമായ ഒരു പരിഹാരമല്ല. അതുകൊണ്ട് ഭാരതത്തിന്റെ പച്ചമണ്ണിൽ 1 മണിക്കൂറിൽ 6-ൽ പരം വ്യക്തികൾ ആത്മഹത്യ ചെയ്യുന്നു. ആ ആത്മഹത്യയിൽ 15-നും 20-നുടെ പ്രായമുള്ള യുവതിയോ യുവാവോ ഉണ്ടെന്നുള്ളത് എത്രയോ ലജ്ജാകരമായ സംഗതിയാണ്. എമർജൻസി എക്സിറ്റ് എന്നറിയപ്പെടുന്ന ആത്മഹത്യ വഴി താങ്കളുടെ ജീവിതം ഹോമിക്കാൻ താങ്കളെ സ്നേഹിക്കുന്ന വലിയവനായ, നിത്യനായ, ഉന്നതനായ, ബലവാനായ, സർവശക്തനായ ഒരു ദൈവത്തെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്, പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, തെന്യകളുടെ സ്വാധീനം, അറ്റുപോകുന്ന ബന്ധങ്ങൾ, പുഷ്പിക്കാത്ത അഭിലാഷങ്ങൾ, പാടുന്ന പദ്ധതികൾ, ഓടിയൊളിക്കുന്ന ആരോഗ്യം, ഇവയെല്ലാം താങ്കളുടെ ആത്മീക സന്തോഷം തല്ലിത്തകർക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ഈ ലോകം തരുന്നത് പോലെയല്ല. അപ്പൊ ലോകം തരുന്നൊരു സമാധാനമുണ്ട്. വാഹനമുള്ളതൊരു സമാധാനമാ, വീടുള്ളതൊരു സമാധാനമാ, ആരോഗ്യമുള്ളത് സമാധാനമാ, വിദ്യാഭ്യാസമുള്ളത് സമാധാനമാണ്, ഉപജീവന തൊഴിലുകൾ അറിയാവുന്ന സമാധാനമാണ്. പക്ഷെ വാഹനത്തിനൊരു കാലത്തിന്റെ പരിധിയുണ്ട്, വീടിനൊരു പ്രായത്തിന്റെ പരിധിയുണ്ട്, ആരോഗ്യത്തിനൊരു സമയത്തിന്റെ പരിധിയുണ്ട്. അപ്പൊ കാലത്തിന് അകത്തുള്ള പല സമാധാനങ്ങളും നമുക്കിവിടെ ലഭ്യമാകുമെന്നിരുന്നാലും കാലാതീതനായ ദൈവം കാലത്തിൽ കഴിയുന്ന മനുഷ്യനോട് കാലാതീതമായ സമാധാനത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ തരുന്ന സമാധാനം ആർക്കും തരാൻ പറ്റത്തില്ല, ഞാൻ തരുന്ന സമാധാനം ആർക്കും എടുക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് സമാധാനമില്ലാതെ താങ്കൾ വല്ലാതെ വിയർപ്പ് മുട്ടുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവനെ, നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സമാധാനം തരുവാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന് കഴിയും. ചില ആളുകളൊക്കെ മദ്യപിക്കാറുണ്ട്. മദ്യപാനത്തിലൂടെ സമാധാനം കണ്ടെത്തുവാൻ കഴിയുമോ? അവര് പറയുന്നത് മദ്യപിച്ചാൽ അല്പം സമാധാനം കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ മദ്യത്തിൽ വിഷം കലർത്തി കുടിച്ച ആളുകൾ എന്തിന് ആത്മഹത്യ ചെയ്യണം? മദ്യത്തിലൂടെ സമാധാനം ലഭിക്കുമെന്നുണ്ടെങ്കിൽ ഇനി സിനിമയിലൂടെ ആർക്കെങ്കിലും സമാധാനം കിട്ടിയിട്ടുണ്ടോ? അല്ല, ഉണ്ടോ? ഒന്ന് നിങ്ങൾ ചിന്തിച്ചേ പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ നടന വിസ്മയത്തിന്റെ ഇതിഹാസം തീർത്ത മായാ മയൂരിയും അഭിനയത്തിന്റെ ഗിരിശൃംഖങ്ങൾ കീഴടക്കിയ സിൽക്കസിമതയും ശോഭയും ഒക്കെ വിശ്വസിച്ചവർ വഞ്ചിച്ചു, മനസ്സുമടുത്തു, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആശയങ്ങൾ ഒരു കത്തിൽ എഴുതി വെച്ചുകൊണ്ട് അവരെന്തുകൊണ്ട് അകാലത്തിൽ പൊലിഞ്ഞുപോയി തിരശീലക്കകത്തേക്ക് തിരോത്ഥാനം ചെയ്തു മറഞ്ഞു? സിനിമയിലൂടെ സമാധാനം ലഭിക്കയില്ല എന്നതിന്റെ തെളിവാണ് പ്രിയപ്പെട്ടവരെ. ഇനി സീരിയലിലൂടെ ആർക്കെങ്കിലും സമാധാനം കിട്ടുമെന്നുണ്ടെങ്കിൽ എത്രയോ സീരിയൽ നടീനടന്മാർ ബസിന്റെ മുമ്പിലോ ട്രെയിനിന്റെ മുമ്പിലോ ഒക്കെ ചാടി ആത്മഹത്യ എന്ന് വിശക്കുപ്പിയെ തേടിപ്പോകുന്നു. ഒരു കഷ്ണം തുണിത്തുമ്പിൽ തൂങ്ങി മരിക്കുന്നു. സീരിയലിലൂടെ, സിനിമയിലൂടെ, മദ്യത്തിലൂടെ, കഞ്ചാവിലൂടെ, വർണ്ണക്കടലാസിലെ നിശബ്ദ കൊലയാളകളുടെ പാൻ മസാലയുടെ ഒക്കെ മനുഷ്യന്റെ സമാധാനം നേടിയെടുക്കുവാൻ മനുഷ്യന് കഴിയുമോ? ഒരിക്കലുമില്ല. മദ്യപിച്ച പിതാവ് വീട്ടിൽ കയറി വരുമ്പോൾ ഭാര്യയുടെ സമാധാനം പോയി. മദ്യപിച്ച പിതാവ് വീട്ടിലേക്ക് വരുമ്പോൾ മക്കളുടെ സമാധാനം പോയി. നാട്ടുകാരുടെ, വീട്ടുകാരുടെ, പോലീസ് അധികാരികളുടെ ഒക്കെ സമാധാനം പോയി.